നമസ്കാരം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. ഇന്ന് ചില പ്രമുഖ വ്യക്തികൾ പത്രികാ സമർപ്പണത്തിനുണ്ട്. കെ സി വേണുഗോപാൽ അതിൽ പ്രമുഖനാണ്. എം ആരിഫ് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ MP, ഷാഫി പറമ്പിൽ പാലക്കാട് വടകരയിൽ പത്രിക നൽകും. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും കെ സുരേന്ദ്രൻ വയനാട്ടിലും ഇന്ന് പത്രിക സമർപ്പിക്കും. ഇന്നലെ നിരവധി പ്രമുഖർ പത്രിക സമർപ്പിച്ചിരുന്നു. ആറ്റിങ്ങിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഇന്ന് പത്രിക നൽകും. ഇന്ന് അവസാന ദിവസമാണ്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഏപ്രിൽ 8 വരെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും ചൂടിലുമാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Co-presented by Berger Paints, 100 years of trust. അങ്ങനെ പത്രികാ സമർപ്പണം അതിൻ്റെ പൂർത്തീകരണത്തിലാകുന്നത് കൂടി തെരഞ്ഞെടുപ്പ് മത്സരം അതിൻ്റെ ഏതാണ്ട് പരമാവധി ഘട്ടത്തിലെത്തും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ റോഡ് ഷോകൾ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രാഹുൽ വയനാടിനെ ഇളക്കി മറിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അവിടെ എത്തുന്നുണ്ട്. രാവിലെ 10 മണിക്ക് അവർ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലെത്തും. കെ സുരേന്ദ്രനൊപ്പം പത്രികാ സമർപ്പണത്തിനെത്തും. തുടർന്ന് വയനാട്ടിൽ നടക്കുന്ന റോഡ് ഷോയിലും അവർ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് സ്മൃതി ഇറാനി പ്രചാരണത്തിനും റോഡ് ഷോയ്ക്കും എത്തുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അമേഠിയിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു. TG സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. എല്ലാവരും ഇന്ന് അതിൻ്റെ ഒരുക്കത്തിലാണ്. പ്രമുഖർ, കെ സി വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖർ പത്രിക സമർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ കെ സി രാഹുലിനൊപ്പം വയനാട്ടിലായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കളം ഒന്ന് സജീവമാവുകയാണ്. ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൃത്യമായ വിവരം ഇന്നോടുകൂടി ലഭ്യമാകും. രഞ്ജിത്ത്, അങ്ങനെയാണ്. ഇന്നോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഇന്നും തുടരും. അതിൽ പ്രധാനം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ, കെ സുരേന്ദ്രൻ വയനാട്ടിൽ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. ഈ പത്രികാ സമർപ്പണം ഒരു രാഷ്ട്രീയപരമായ ഒരു ശക്തി പ്രകടനമായി മാറ്റുക പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെയും മറ്റും പ്രകടനം നമ്മൾ കണ്ടതാണ്. സമാനമായ കാഴ്ചകൾ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പ്രകടനമായും മറ്റും പ്രവർത്തകരുമായി എത്തിയാണ് പത്രികാ സമർപ്പണം നടക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയുള്ള കാഴ്ചകൾ ഉണ്ടാവും. കെ സി വേണുഗോപാൽ വയനാട്ടിൽ നിന്നും അദ്ദേഹം ആലപ്പുഴയിലേക്ക് എത്തി. ഇന്ന് പത്രികാ സമർപ്പണമാണ്. പ്രവർത്തകരുടെ വലിയ റാലിയോടുകൂടിയായിരിക്കും പത്രികാ സമർപ്പണം നടക്കുക. ഇന്ന് ശ്രദ്ധേയമാവുന്ന ഇടം വയനാട് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം സ്മൃതി ഇറാനി കെ സുരേന്ദ്രൻ്റെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. അത് റോഡ് ഷോയോടുകൂടിയായിരിക്കും ആ പത്രികാ സമർപ്പണം നടക്കുന്നു എന്നതാണ്. അതൊരു വലിയൊരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ കൂടി BJP ദേശീയ തലത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. കാരണം സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തട്ടകത്ത് പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അവർ വയനാട്ടിലെത്തി കെ സുരേന്ദ്രൻ്റെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ അത് ദേശീയ തലത്തിലും വലിയ ചർച്ചയാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വയനാടും ഇന്ന് ശ്രദ്ധേയമായ കേന്ദ്രമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രികാ സമർപ്പണമാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ്റെ പത്രികയും ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. എന്തായാലും ഇന്നത്തെ പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. അതോടുകൂടി പോരാട്ട മുഖം കൂടുതൽ ശക്തമായ പ്രചരണ രംഗത്തേക്ക് കടക്കുകയും ചെയ്യും. അവശേഷിക്കുന്ന ദിവസങ്ങൾ 26-നാണ് വോട്ടെടുപ്പ്. അതുകൊണ്ട് ഇനി ചുരുങ്ങിയ 20-ലധികം ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ പരമാവധി പേരിലേക്ക് എത്തുക എന്ന വളരെ ശ്രമകരമായ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 3ാം ഘട്ട പ്രചരണത്തിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും കടക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന തരത്തിലേക്കും കൂടി മാറുകയാണ്. ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി നമുക്ക് പരാമർശിച്ചു പോകാം. അതിലൊന്ന് സമീപ ദിവസങ്ങളിൽ ഉയർന്ന ഈ UDFൻ്റെ SDPI ബാന്ധവം എന്ന വിഷയമാണ്. ഇത് UDF തങ്ങളുടെ അറിവോടെയല്ല, തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും SDPIയുടെ പിന്തുണ അതെങ്ങനെ സംഭവിച്ചു, UDF അത് നിഷേധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നിർണായകമാവുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് അനുകൂലമല്ല പ്രതികൂലമാകുമോ എന്ന ആലോചനകൾ കോൺഗ്രസിനകത്തും UDFിനകത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ SDPIയുടെ പിന്തുണ നിരസിക്കാനുള്ള ആലോചനകളിലേക്ക് പോലും കോൺഗ്രസിൻ്റെ ചർച്ചകളും
നീക്കങ്ങളും നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെയാണ്. ഇത് സംസ്ഥാനത്ത് പുതിയ ചർച്ചകൾക്കും ഇടവെക്കുകയാണ്. ഒപ്പം രാഹുലിന്റെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ്. പത്രികാ സമർപ്പണത്തിന് രാഹുൽ എത്തിയപ്പോൾ മുസ്ലിം കൊടികൾ ഉയർത്താൻ സമ്മതിച്ചില്ല എന്ന വിഷയം തന്നെ ചർച്ചയാക്കുന്നുണ്ട്. നേരത്തെ ഈ മുസ്ലിം ലീഗിന്റെ കൊടി, അത് IUML കൊടി, മുസ്ലിം ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയുമായി സാമ്യമുണ്ട്. അത് സ്വാഭാവികമായും ഉത്തരേന്ത്യയിലൊക്കെ വലിയ പ്രചരണ വിഷയമാക്കിയതാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ. ഇത്തവണ അത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള ഒരു ജാഗ്രത കാട്ടലായിരുന്നു കോൺഗ്രസും UDFും നടത്തിയത്. പക്ഷേ അതും ഫലത്തിൽ പ്രതികൂലമാകുമോ എന്നൊരാശങ്കയുണ്ട്. കാരണം ലീഗ് അണികൾക്കിടയിൽ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് സൂചന. ഒപ്പം രാഷ്ട്രീയ പ്രതിയോഗികൾ അത് UDFിനും കോൺഗ്രസിനുമെതിരെ ആയുധമായി മാറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വിഷയവും ഈ കൊടി ഉയർത്താൻ അനുവദിച്ചില്ല എന്ന വിഷയവും രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇടതുമുന്നണി മുഖ്യമന്ത്രി ഇന്ന് കളത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം രാവിലെ ഉണ്ടാകും. മുഖ്യമന്ത്രി 9 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പരാമർശിച്ചേക്കാം. മറ്റൊന്നുകൂടിയുള്ളത്, ഈ SDPIയുടെ UDFിന് നൽകിയ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നുണ്ടാകുമോ എന്നത് ശ്രദ്ധേയമാണ്. ഒരു കാര്യം കൂടിയുള്ളത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. കരുവന്നൂർ വിവാദം ഈ തെരഞ്ഞെടുപ്പിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. ഈ വിഷയത്തിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി അടക്കം ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് കളത്തിന്റെ പൂർണ്ണ ചിത്രം, പൂർണ്ണ രൂപം ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്നോടുകൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കും. നാളെ സൂക്ഷ്മ പരിശോധനയാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമായ ഒരു ചിത്രമുണ്ടാകും. 8-ാം തീയതി വരെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള, പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നേരത്തെ സൈത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം വെച്ചാണ് വയനാട്ടിൽ ഇന്നലെ റോഡ് ഷോ നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ലീഗിൻ്റെ കൊടിയുണ്ടായിരുന്നു. അത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ BJP വലിയ പ്രചരണ ആയുധമാക്കിയിരുന്നു. പാകിസ്ഥാൻ്റെ കൊടിയോട് സാമ്യമുള്ള കൊടി വെച്ച് പ്രചരണം നടത്തുന്നു എന്ന തരത്തിൽ രമേശ് ചെന്നിത്തല അതിനോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം പ്ലക്കാർഡിൽ ഉപയോഗിച്ചത് പുതിയ ശൈലിയിലുള്ള പ്രചാരണമാണെന്നാണ് രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, പറയുന്നത്. SDPI പിന്തുണ കോൺഗ്രസ് ആവശ്യപ്പെട്ടതല്ല, അവരുടെ വാഗ്ദാനം സ്വീകരിക്കണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ മാസം 15-നും 16-നും വയനാട്ടിൽ വീണ്ടും വരുമെന്നും കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും പ്രചാരണത്തിനുണ്ടാകുമെന്നും ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് ലഭിച്ച ജനസ്വീകാര്യത കോൺഗ്രസിനും UDFിനും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. എങ്ങനെയുണ്ടായിരുന്നു റോഡ് ഷോയുടെ ഒരു വിലയിരുത്തൽ? റോഡ് ഷോ വൻ വിജയമായിരുന്നു. 10,000-കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. ഒരു രാഷ്ട്രീയ നേതാവിനും ഇതുവരെ കേരളത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം വയനാട്ടിലെ ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, എത്രമാത്രം അദ്ദേഹത്തോട് അവർക്ക് ഹൃദയപരമായ ഐക്യം, ബന്ധം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. രാഹുലിന്റെ സേവനം അടുത്ത വരവില് മറ്റു മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കേരളം മുഴുവൻ 15-16 തീയതികളിൽ ഇവിടെ വയനാട്ടിലാണ്. അത് കഴിഞ്ഞ് മറ്റ് നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് പര്യടനമുണ്ട്. ഈ റോഡ് ഷോയിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ഒരു പാർട്ടികളെയും കൊടികൾ ആരും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. പകരം രാഹുലിന്റെ മുഖം ഉള്ള പ്ലക്കാർഡുകൾ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? കാരണം രാഹുൽ ഗാന്ധി എന്നുള്ളത് ജനങ്ങളുടെ മനസ്സുകളിൽ കൂടുതൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. എല്ലാവരും പ്ലക്കാർഡ് പിടിച്ച് അദ്ദേഹത്തിന്റെ പടം പിടിച്ചായിരുന്നു. അതൊരു പുതിയ സ്റ്റൈലായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം കഴിഞ്ഞ തവണ ഈ പല പാർട്ടികളെയും കൊടികൾ വീശുന്നത് BJP ഉത്തരേന്ത്യയിൽ ദുരുപയോഗം ചെയ്യുന്നത് അതുകൊണ്ടൊന്നുമല്ല. അതിപ്പോ വേണമെങ്കിൽ അവര് വേറെന്തെല്ലാം മാർഗം ചെയ്യും, അതുകൊണ്ടല്ല. ഇതൊരു പുതിയ സ്റ്റൈലാണ്. ഓരോ തവണയും ഓരോ പുതിയ മാർഗങ്ങൾ കണ്ടെത്തണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഫേസ് ഉള്ള പ്ലക്കാർഡുകളുമായിട്ട് ആളുകൾ അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ ഈ SDPIയുടെ പിന്തുണ വാഗ്ദാനം ചെയ്തുള്ള നടപടി എന്ത് എഫക്ട് ഉണ്ടാക്കുന്ന? ഞങ്ങൾ അവരോട് പിന്തുണ ചോദിച്ചില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അവരോട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കായിരുന്നു, LDFനായിരുന്നു പിന്തുണ. ഞങ്ങൾ അവരോട് പിന്തുണ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിയത്തുമില്ല അതിനെപ്പറ്റി. അല്ല, അതിന്റെ പ്രചരണം UDFന് ദോഷം ഉണ്ടാക്കുമോ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ അവരുടെ ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. അവരുടെ പിന്തുണ സ്വീകരിക്കണമോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. വളരെ നന്ദി.
ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. SDPയുടെ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ലെന്നും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖം ഉയർത്തിപ്പിടിച്ചുള്ള പ്ലക്കാർഡ് കൊണ്ടുള്ള പ്രചരണം അതൊരു പുതിയ രീതിയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ വിശദീകരണമുണ്ട് ഇക്കാര്യത്തിൽ. SDPI പിന്തുണയുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടായേക്കാം. നമ്മൾ ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ മോർണിംഗ് വൈബ്സുമായി എൽദോ പോൾ പുൽശ്ശേരി തുടരും. അവിടെ കൊച്ചിയിലെ വോട്ടർമാർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. എൽദോയ്ക്കൊപ്പം വിശിഷ്ടരായ അതിഥികളുമുണ്ട്. എൽദോയിലേക്ക്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എന്നാലും മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുകയാണ്. മോർണിംഗ് വൈബ്സ് ഇന്ന് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ലുലു മാളിന് ചേർന്ന് ഇപ്പൊ മാരിഡ് ഹോട്ടൽ അതിന് മുന്നിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്യാമറ കൂടെ തിരിക്കാം, അപ്പൊ മനസ്സിലാവും എന്തിനാ വന്നേ. നമ്മുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കണ്ട ശേഷം ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. M സുരേഷ് ചേട്ടൻ, വിജയേട്ടൻ, നെൽസൺ ചേട്ടൻ, ഇവർ മൂന്നുപേരും നമ്മോടൊപ്പം ചേരും. ഇനി NP പ്രദീപും വിനു ജോസും ചേരാറുണ്ട്. അവരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 8 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വന്നോണ്ടിരിക്കുകയാണ് അവര്. അപ്പോ നമ്മൾ ഇവരുടെ വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് രാവിലെ മോർണിംഗ് വൈബ്സിൽ ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം എന്നൊക്കെ അറിയാം, പക്ഷെ എപ്പോഴും നമുക്ക് ഫുട്ബോൾ വിട്ടൊരു കളിയില്ല അല്ലേ. അപ്പോ വാ നമുക്ക് പയ്യെ നടക്കാം. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരം? എങ്ങനെയുണ്ടാവും ചേട്ടാ? ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആയിരുന്നു. പക്ഷെ ഞാനെന്താ പറഞ്ഞത്, അതെ വന്നത് പ്രദീപേട്ട ഒളിച്ചു വരുന്നു. ഇന്ത്യൻ ഇന്റർനാഷണൽ NP പ്രദീപ് ഇന്റർനാഷണൽ ബഹളാണ് ഇവിടെ. ഉറക്കൊക്കെ രാത്രി ഇന്നലെ കമന്ററി കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് കിടന്നാണ് അല്ലേ. ഓക്കെ, അപ്പൊ മത്സരത്തെ പറ്റി എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? ഇത്രയധികം ജനങ്ങൾ വന്നിട്ട് അവരൊരു സന്തോഷമുള്ള കളിയിലും കളിക്കണ്ടേ, ഒരു വർഷം മാത്രമല്ലോ. പിന്നെ ഈസ്റ്റ് ബംഗാളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശി ഉണ്ടായിരുന്നു. കാരണം അവര് ഓൾറെഡി അവിടെ തോറ്റാണ് ഇവരെ കൂടെ. അപ്പൊ ആ ഒരു വാശി. പിന്നെ ഈസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ഇന്ത്യയിലെ എപ്പോഴും ടോപ്പ് ക്ലബിൽ നിൽക്കുന്നതാണ് മോഹൻബാൻ ഈസ്റ്റ് ബംഗാൾ. നമ്മുടെ അവിടെ കളിക്കേണ്ട ഹോം മാച്ചാ കളിക്കണെന്നുള്ളൊരു വികാരം നമ്മുടെ പ്ലേയേഴ്സിനുണ്ട്. സപ്പോർട്ടേഴ്സ് വന്നിട്ട് അവരെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നമുള്ള കാര്യം. പ്രദീപേട്ടാ ഇന്നലെ ഈ എവിടെയാ കൈവിട്ടു പോയത്? അല്ലേ, പരിക്കാണ്. എനിക്ക് തോന്നുന്നു പരിക്ക് പറ്റി തന്നെയാണ്. രണ്ട് സ്ട്രൈക്കേഴ്സിന് പരിക്ക് പറ്റി. അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും പറഞ്ഞാൽ കളി ചെയ്തത്. പിന്നെ വെറുതെ വാങ്ങിയ റെഡ് കാർഡ് എന്ന് തന്നെ പറയാം. അത് വരും മത്സരങ്ങളിലെ പ്രശ്നമാവുള്ളൂ. ഇന്നത്തെ കളിയിൽ എനിക്കൊന്ന് പരിക്ക് പറ്റി. എനിക്ക് തോന്നുന്നു കോസിന് പരിക്ക് പറ്റിയത്, ഡിമിട്രീസിന്. അതുപോലെ തന്നെ മറ്റേ സ്ട്രൈക്കർക്കും പരിക്ക് പറ്റി. പിന്നെ ക്വാളിഫൈ ചെയ്തതിന്റെ ഒരു ഇതുണ്ട് അല്ലെ, പ്ലേ ഓഫിൽ എത്തി എന്നുള്ളൊരു സംഭവം അല്ലേ. ചിലപ്പോ ഇഞ്ചുറി ഒന്നും എത്താണ്ട് സിക്സിലാണ് നമ്മള് മെയിൻ അതിലല്ലേ. അതെ അതെ അതിനുള്ള പ്രിപ്പറേഷൻ കോച്ച് നമുക്കറിയാം. ആശാൻ പുതിയ നമുക്കറിയാം. പ്രിപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, അതെ. M സുരേഷ് കരുത്തനാണ്. നമ്മുടെ കരുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്കിപ്പോ ഇദ്ദേഹത്തെ കാണും എപ്പോഴും തോന്നുന്നു നമ്മുടെ കിലുക്കം സിനിമയിലെ വില്ലനില്ലേ, നമ്മുടെ ഹിന്ദി നടനാ, ഹിന്ദി നടനല്ലേ? അത് തന്നെ. അതവരുണ്ടോ? അല്ല, എന്തായാലും ഇപ്പം നമ്മളെ കളിമനെ കണ്ടപ്പോ തന്നെ ഭയങ്കര എന്റെ ടീമാണ് ജയിച്ചത് ഈസ്റ്റ് ബംഗാൾ. അതിൽ സന്തോഷമുണ്ട്. എന്നാലും നമ്മൾക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കര ആഗ്രഹമാണ് ISL ട്രോഫി നമ്മളെ ബ്ലാസ്റ്റേഴ്സ് അടിക്കണം എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കളി കണ്ടപ്പോൾ ഭയങ്കര ദുഃഖം തോന്നി. അതിൽ പരിക്കേണ്ട ടീം. പക്ഷെ എന്നാലും നമ്മള് ഒരു 10 അതായത് നമ്മൾ 1-2 പ്ലേയേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഒരു കളിയല്ലല്ലോ ഫുട്ബോൾ. നമ്മൾ ഏറ്റവും വലിയ തെറ്റ് പറ്റിക്കണം. നമ്മൾ ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര മോശമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ. അതന്നെയാണ് ഒരു കാരണം. ഇഞ്ചുറി പറ്റാം, റെഡ് കാർഡ് കിട്ടാം. അടുത്തൊരു ടീം ഇറക്കണമെങ്കിൽ ബെഞ്ചിൽ ആൾക്കാർ കുറവാണ്. ഞാൻ എന്താണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് പോയ ശേഷം പെട്ടെന്ന് തിരികെ എത്താം. ഇന്നലെ ഞാൻ ബെന്നി ബെഹനാനെ കാണാൻ സാധ്യതയുണ്ടല്ലോ. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയാണ്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അപ്പോ ബെന്നി ബെഹനാൻ ഇന്നലെ സംസാരിച്ചത് നമ്മളോട്. അദ്ദേഹം പറയുന്നത് ഈ ചാലക്കുടി മണ്ഡലം അത് 2020 ഒരു നിർണായക സ്വാധീനം ഉണ്ടാകുമെന്ന് കരുതുന്ന മണ്ഡലമാണ്. പക്ഷേ ചാലക്കുടിയിൽ അത്തരത്തിൽ യാതൊരു പ്രശ്നമില്ല. 2020 എന്നുള്ളത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാലും ബെന്നി ബെഹനാൻ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണ ചൂട് എത്രത്തോളമാണ് എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർക്ക് അറിയാം. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികകളൊക്കെ സമർപ്പിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയം ഈ മധ്യ കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ചാലക്കുടി. അവിടെയാണ് ഇപ്പോൾ ന്യൂസ് 18 സംഘം ഉള്ളത്. എന്നോടൊപ്പം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ് ചേരുന്നത്. ഞാനും മണ്ഡലത്തിലൊരു വോട്ടറാണ്, ചാലക്കുടി മണ്ഡലത്തിലെ. അപ്പോ എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഞാൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വർദ്ധിത വീര്യത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ കോൺഗ്രസിന്റെയും അതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെയും സംസ്ഥാന തലത്തിൽ UDFന്റെയും പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. ജനങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ജനാധിപത്യ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, അന്യയിലെ ജനങ്ങൾ, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സംരക്ഷണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾ. ഇതിനെതിരെ മോഡി നടത്തുന്ന എല്ലാ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണാൻ പോകുന്നു. കേരളത്തിലെ സ്ഥിതി ജനങ്ങൾ വീർപ്പുമുട്ടുന്നു. ഇടതുപക്ഷ പിണറായി വിജയന്റെ ഭരണത്തിൽ വോട്ടവകാശം പൌരാവകാശമാണ്, പ്രതികരിക്കാനുള്ളതാണ്. ഈ ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ, അധികാര പ്രമത്തതയ്ക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിച്ചിരിക്കും. ഐക്യജനാധിപത്യ മുന്നണി 20 സീറ്റ് നേടും. ശരി, ഈ ചാലക്കുടി മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഈ ഭൂപ്രകൃതി കൊണ്ട് ഒരു വല്ലാത്തൊരു മണ്ഡലമാണ്. അത് അങ്ങ് തൊട്ട് ഈ ഏറ്റവും എന്ത് പറഞ്ഞാൽ പെരുമ്പഴി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കോട്ടയം മണ്ഡലം, തൊട്ടിപ്പുറത്ത് ഇടുക്കി മണ്ഡലം, ചാലക്കുടി, അങ്ങനെ ഒരു എറണാകുളം, തൃശൂർ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ്. ഓടിയെത്തുക എളുപ്പമാണോ? ഈ നിയമമണ്ഡലത്തിൽ എനിക്ക് വളരെ സ്ഥലം നമ്മുടെ കേരളത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ചാലക്കുടി. നീണ്ടു നിവർന്നു കിടക്കുന്ന കോസ്റ്റൽ ഏരിയ, 2 പ്രധാനപ്പെട്ട നദികൾ, പെരിയാറ്, ചാലക്കുടി പുഴ, സമനിലം, മലയോര പ്രദേശം, അങ്ങനെയുള്ള എല്ലാ ഭൂപ്രകൃതിയുടെ സവിശേഷതയും ചാലക്കുടിയിലുണ്ട്. ഭൂമിശാസ്ത്രപരമായ നിയോജകമണ്ഡലം വലുതാണ്. പക്ഷേ ഈ സവിശേഷത, ഈ വ്യത്യസ്തമായ ഭൂപ്രകൃതി, വ്യത്യസ്തമായ സംസ്കാരം, അതൊരു വൈവിധ്യമാണ്. ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ് ചാലക്കുടിയുടെ സൗന്ദര്യം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നും ശക്തമായ വേരുറപ്പുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഇതെല്ലാം ഈ നിയോജകമണ്ഡലത്തെ കൂടുതൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഇന്നസെന്റ് CPMന്റെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, പരിചിതനാണെങ്കിൽ പോലും എത്തി വിജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്രമാത്രം UDFന് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഇടമാണോ? തീർച്ചയായിട്ടും. അതൊക്കെ അന്ന് ശ്രീ ഇന്നസെന്റ് ജയിച്ചു, ഞാൻ സമ്മതിക്കുന്നു. നിസ്സാര വോട്ടിന് 13,000 വോട്ടിനാണ് ജയിച്ചത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ 1,32,000 വോട്ട് ജയിച്ചു. അത് അന്നുണ്ടായ ചെറിയ ഒരു ഇതിൽ ജനങ്ങൾ, പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരുത്തിയല്ലോ. പിന്നീട് വന്നപ്പോൾ വാശിയോടുകൂടി ജനങ്ങൾ തെറ്റിദ്ധരുത്തി. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി, ശബരിമല, അത്തരമൊരു വിഷയങ്ങളൊക്കെ ഈ വോട്ട് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി ഫാക്ടർ ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ജനങ്ങൾ ഏത് വിഷയമാണെങ്കിലും അന്നുണ്ടായി എടുത്തത് മാർക്സിസ്റ്റ് ഗവൺമെന്റ് എടുത്ത തെറ്റായ സമീപനങ്ങളുടെ വേദന ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതൊന്നും മറക്കാനായിട്ടില്ല. മറക്കാൻ പറ്റുന്ന വേദനയല്ലാതെ. കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ചിന്തകളെയും വിശ്വാസങ്ങൾക്കുമെതിരെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടാകും. ഇനി മറ്റൊന്ന്, അവിടുത്തെ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വികസനമാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ 2020 എന്ന പ്രതിഭാസം. അപ്പോൾ 2020 കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക? പ്രത്യേകിച്ച് ഒരുപാട് പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തോ പറഞ്ഞത് അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടും തിരുത്തുന്ന അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ വികസനമൊന്നുമല്ല. നൈമിഷികമായ ഒരു രാഷ്ട്രീയമാണ്. പ്രാദേശികമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതൊന്നും ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അപ്രസക്തമാണ് അത്തരം കാര്യങ്ങൾ. അതിനൊക്കെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കുന്നത്തുനാടുകാർക്കുണ്ട്. തെറ്റിദ്ധരിക്കണ്ട. ചാലക്കുടിക്കാർക്കും കുന്നത്തുനാടുകൾക്ക് മൊത്തത്തിൽ ചാലക്കുടിയിൽ അത് വലിയ ചർച്ചാ വിഷയമല്ല. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ അതിനൊക്കെ അതിജീവിച്ചു വരാം. ഞങ്ങളൊന്നും അത്രയും ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കാനോ ഒന്നുമില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നത്. ഒരു കാര്യം കൂടി, ഈ സഭാ തർക്കത്തിന്റെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതായത് കോടതി വിധി, ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു സ്വാധീനമുണ്ട്, യാക്കോബ് വിഭാഗത്തിന് സ്വാധീനമുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകില്ല.
ഉറപ്പാണ്. ഉറപ്പല്ല. ഓക്കെ, എന്തായാലും തിരക്കിലാണെന്ന് അറിയാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ക്യാമറാമാൻ മനോജ് നന്നാട്ടിനൊപ്പം എൽദോപോൾ, പുതുശ്ശേരി, ന്യൂസ് 18. ഓക്കെ, അപ്പൊ മോർണിംഗ് വൈബ്സിൽ ഞാൻ തുടരുകയാണ്. മോർണിംഗ് വൈബ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പിടി ഫുട്ബോൾ താരങ്ങൾ, ഇന്റർനാഷണൽസ് ആണ് നമ്മോടൊപ്പം തുടരുന്നത്. രാവിലെ ലുലു മാളിൽ ഇങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ഈ 1 മണിക്കൂർ. എന്തായാലും അവരിലേക്ക് വർത്തമാനങ്ങളിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. വേഗം തിരികെ എത്താം മോർണിംഗ് വൈബ്സ്. ഗോപുനന്ദിലെ ചിമാൾ ഓക്കെ, അപ്പൊ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. കൊച്ചി ലുലു മാളിൽ നിന്നാണ് നമ്മൾ ചേരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മോടൊപ്പം അതിഥികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എല്ലാം ഫുട്ബോൾ കളത്തിലെ ഇതിഹാസങ്ങളാണ്. ഇപ്പൊ നമ്മോടൊപ്പം വിനു ജോസ് കൂടെ ചേർന്നിട്ടുണ്ട്. രാവിലെ നമ്മുടെ പ്രശ്നം കൊണ്ട് ലേറ്റ് ആയിട്ടോ, സോറി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെ പറ്റിയായിരുന്നു ചേട്ടാ. അപ്പോ ഇന്നലെ കളി കണ്ടിട്ട് എന്ത് തോന്നി? എന്താണ് പ്രശ്നം? ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ അധികം പ്രശ്നമൊന്നുമില്ല. അവരുടെ ഇഞ്ചുറീസ് ആണ് ഏറ്റവും മേജർ ഇത്. അവരുടെ ഡിഫൻസ് ലൈന് കൂടുതലും ഇഞ്ചുറി ലിസ്റ്റിലാണ് ഉള്ളത്. അവരുടെ മിഡ്ഫീൽഡിലായിരുന്നാലും ലൂണായിരുന്നാലും. അപ്പൊ ഈ പ്ലേ ഓഫിൽ ഈ ഇഞ്ചുറി ഇന്ന് ബാക്കി പ്ലേയേഴ്സ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആ റിതം തിരിച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പ്രതിയുടെ ഈ പ്ലേ ഓഫിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേ ഇത്രയും ഇഞ്ചുർഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ലൂണ മടങ്ങിയെത്തുന്നൊക്കെ പ്രതീക്ഷിക്കാം അല്ലെ? അപ്പോ കാര്യങ്ങളൊക്കെ ശരിയാവും, ഓക്കെ ആവോ? അതിന് ഞാൻ പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ പ്ലേ ഓഫിലേക്ക് ഈ റെഡ് കാർഡുകളും യെല്ലോ കാർഡൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. എന്താ വെച്ചാൽ മിഡ്ഫീൽഡിൽ വിവിൻ മോഹന്റെ കൂടെ കളിക്കുന്ന ജെക്സനാണ് റെഡ് കാർഡ് കിട്ടിയ രണ്ടല്ലോ. അത് മസ്റ്റ് വലിയ പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടാ, ഈ അസാധ്യ തുടക്കമായിരുന്നു ഈ സീസണിൽ. പക്ഷേ ഈ 2024 എത്തുന്നതിന് മുമ്പ് വരെ എന്താ പറയാ ലീഗിലെ ടോപ്പേഴ്സ് ആയിരുന്നു. പിന്നീട് 2024 തുടങ്ങിയതും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോയ സാഹചര്യം. അതിനെക്കുറിച്ച് പറയാറുണ്ട് നമ്മള്. നമ്മുടെ തുടക്കം അടിപൊളിയാവും. കാരണം ബെസ്റ്റ് കളി കളിക്കും ടീം. നമ്മൾ എന്തായാലും എത്ര കൊല്ലായി നമുക്കൊരു അർജന്റീനയെ പോലെ നമ്മളിപ്പോ ഇങ്ങനെ കാത്തിരിക്കാണ് ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ടീമിൽ ഇന്നത്തെ കളിയാണ് നമ്മുടെ സച്ചിനില്ലാത്ത വലിയൊരു അപാകത തന്നെ ടീം. ഇഞ്ചുറി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഫിറ്റായി വരുമ്പോ എത്ര സമയം എടുക്കുന്നുള്ള ഗോൾ കീപ്പറാണ് കയ്യില് ബോണൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ റിക്കവറി ആണെങ്കിൽ ഭയങ്കര ടൈം ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. സച്ചിനില്ലാത്ത വലിയൊരു കളി തന്നെയാണ്. പിന്നെ ലൂണാരെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഇഞ്ചുറി ആയി പോവാന്നൊക്കെ പറഞ്ഞ പ്രാക്ടീസിനാണ് ഇഞ്ചുറി ആവണേ, കളിച്ചിട്ടല്ല. കാരണം അങ്ങനത്തെ ഒരു പ്ലെയറിനെ നമ്മുടെ വന്നിട്ടുള്ള ഫോറിനേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫോറിനേഴ്സിന്റെ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ലൂണുള്ള ടീമിന് വേണ്ടി ആത്മാർത്ഥമായി കളിക്കുന്ന ഒരു പ്ലെയർ. പ്രത്യേകിച്ച് നമ്മുടെ ടീമെന്ന് പറയുമ്പോൾ അത്രയധികം സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരിനെ ഒന്നും ബോറടിപ്പിക്കാത്തൊരു കളിയാണ്. ഈ തെരഞ്ഞെടുപ്പല്ലേ, നിങ്ങളൊക്കെ എങ്ങനെയാ രാഷ്ട്രീയം ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പിന്നെ നെൽസൺ ജി രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് എന്താ പറയാ ഒരു ഈ ജനാധിപത്യത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ ഫുട്ബോളിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കളികളൊക്കെ താല്പര്യമുണ്ടോ? എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ നമുക്കൊരു തീരുമാനം, അവർക്ക് എല്ലാവർക്കും ഓരോ തീരുമാനങ്ങളുണ്ടാവും. നമുക്ക് എല്ലാ പാർട്ടിയും വേണം, എല്ലാവരും വേണം. ഈ തൃശ്ശൂരിന്റെ കാര്യം പറയുമ്പോൾ തൃശ്ശൂർ വൻ കോൺടെസ്റ്റ് ആണല്ലോ, വൻ മത്സരമായി. സുരേഷ് ഏട്ടൻ, മുരളിയേട്ടൻ, സുനിയേട്ടൻ 3 പേരും ടഫ് സോൺ അവിടെ. കേരളത്തിലെ ഏറ്റവും നോക്കുന്ന ഒരു സ്ഥലമാണ് കട്ടക്കാണ്. 3 പേരും കട്ടക്കാണ്. ദീപേട്ടന്റെ മണ്ഡലം വോട്ടെവിടെയാണ്? അവന്റെ മാമൻ മത്സരിക്കല്ലേ? ഇല്ലേ? ഇപ്പോഴത്തെ മിനിസ്റ്റർ മാമനാണ്. അതുകൊണ്ട് ആലത്തൂര്. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇറങ്ങുന്നില്ലേ സജീവമായിട്ട്? ഇല്ല, അതിന്റെ ആവശ്യം സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. ആൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഞാൻ ഇടപെട്ടിട്ട് പിന്നെ മത്സരം ആള് പോകണ്ടേ നമ്മള് ചെന്നിട്ട് അല്ലേ? നമ്മള് ഗവൺമെന്റ് ജോലിക്കാരല്ലേ, നമുക്കങ്ങനെ ഒന്നിലും ചെന്ന് പ്രവർത്തിക്കാനും നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ഏതാ പാർട്ടി. നമ്മളതിന് നമുക്ക് എല്ലാവരും വേണം, എല്ലാ പാർട്ടിയും.
ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ലേ? ജനങ്ങളാണ് ഏറ്റവും വലിയ ഇത് ഈ വോട്ടിന്റെ സമയത്ത്. അവർ തീരുമാനിക്കും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഈ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഫോർമർ പ്ലെയേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്കൊരു വലിയൊരു സൗഹൃദ വലയുണ്ടല്ലോ, ഇങ്ങനെ എപ്പോഴും ചേരുന്ന, ഈ കളിച്ചതൊക്കെ പല പല കാലഘട്ടങ്ങളിലുള്ളവരുണ്ട് ഇതിനകത്ത്. എങ്ങനെയാ ഈ പിന്നീട് ഒത്തുകൂടി എല്ലാവരും കൂടി? ഫുട്ബോള് അതന്നെയാണ് ഒത്തുകൂടൽ. എല്ലാരും കളിച്ച ഒറ്റ ഗെയിമായി ഫുട്ബോളായി പോയി. ഇപ്പൊ പ്രദീപേട്ടൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച സമയം നിങ്ങളുടെ കാലഘട്ടമൊക്കെ വലിയ വ്യത്യാസമല്ലേ? അപ്പം ആ സമയത്ത് ചെറിയ വയസ്സ് പറഞ്ഞാൽ ഇവന് വലിയ വയസ്സുണ്ട്. എന്റെ പ്രദീപ് എം സുരേഷ് ചെറുതാണ്. ചെറിയ ഒരു വയസ്സിനെ കണ്ട് വ്യത്യാസമുള്ളൂ. പിന്നെ അതൊന്നുമല്ല, നമ്മളെ നമ്മളെ ഈ സർക്കുലേഷൻ നമ്മളെ ഈ കളിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും ഇവരെകള് സീനിയറല്ലേ. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ അതൊരു മിസ്യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. എല്ലാവരും ഒരേ മാതിരിയാണ്. അതില് ഇപ്പം സീനിയറാണ് ഇപ്പം ജൂനിയർ അങ്ങനത്തെ ഒരു ഇതില്ല ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ഒരു വിജയേട്ടൻ നമ്മുടെ സീനിയർ ആണെങ്കിലും ആ ഒരു വലിപ്പ ചെറുപ്പം ഇല്ലാതാക്കിയത് ശരിക്കും പറഞ്ഞ വിജയേട്ടൻ തന്നെയാണ്. ഈ ഞങ്ങളെയൊക്കെ ഒന്ന് അടുപ്പിച്ച് പുള്ളിയുടെ അടുത്ത് നിൽക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി ഈ ഒരു സൗഹൃദത്തിൽ കൂടുതൽ അടുപ്പിച്ചത് ശരിക്കും പറഞ്ഞ വിജയേട്ടന്റെ ചോപ്പോട്ടെ അവരുടെയൊക്കെ ഒരു ആ ഒരു എനിക്ക് തോന്നുന്ന നാഷണൽ ടീമിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെയും സീനിയേഴ്സും ജൂനിയേഴ്സായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്ത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുണ്ടാവുക 90, അതായത് 90, 2000 ആ കാലഘട്ടം. ആ ഒരു 10 വർഷത്തോളമായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുണ്ടാവുക. 2000, 2005 വരെ. അതിനുശേഷമൊക്കെ നമുക്കറിയാം പല ഗ്രൂപ്പുകളും ഉണ്ടാകുന്നുണ്ട് ടീം നിർത്താൻ വേണ്ടി. ഈവൻ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ടീമിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. പറയാൻ വന്നാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കോൺട്രവേഴ്സിൽ പോവാൻ തീരെ താല്പര്യമില്ലേ വിവാദങ്ങളില്ല. പക്ഷെ ഞങ്ങൾ കളിക്കണതേ ഇപ്പൊ ഈസ്റ്റ് ബംഗാളിനെ കളിക്കാം, ഞാൻ മോഹൻബാലിനെ കളിക്കാം. ഈസ്റ്റ് ബംഗാൾ മോഹൻബാൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അറിയാലോ, കൽക്കട്ട ഇവർക്ക് എല്ലാവരും കളിച്ചിട്ടുള്ളതാണ് ഇത്. പക്ഷെ നമ്മൾ കളി കഴിഞ്ഞാലും ഒരുമിച്ച് എല്ലായിടത്തും നമ്മൾ ഒരുമിച്ച് തന്നെ നടക്കാം. അത് ഇപ്പൊ കളിയുടെ സമയത്ത് വേറെ ഇതാണ്, കളി കഴിഞ്ഞാൽ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. രണ്ടാലും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീം ജയിക്കാൻ വേണ്ടി കളിക്കും, നമ്മൾ നന്നായി കളിക്കാൻ വേണ്ടി. നല്ല ഇടി ഉണ്ടാക്കില്ലേ ഇപ്പൊ കളത്തില്? കുത്തുകിട്ടിയിട്ടില്ല? ഇഷ്ടം പോലെ ഉണ്ട്. ആളെന്നെയാണ് കുത്തൊക്കെ പഠിപ്പിച്ചത്. ഒരു മൂലയ്ക്ക് ഇതില് IM കുത്തു കിട്ടിയ ആരൊക്കെ ഉണ്ട്? നമ്മളൊരു കോർണറില് മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ ക്യാമറ ഒന്നും കാണൂല, അപ്പൊ കിട്ടും, സാധനം കിട്ടും. ആണോ? കളത്തിൽ കിട്ടും, പോട്ടി കൊടുക്കും അല്ലേ? വിനിയോഗത്തിനൊരു കുത്ത് നല്ലതാ. ഈ നൈസായിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്തോടത്ത് പോയി ഇടിച്ചു വീഴുന്നത് എങ്ങനെയാ? നാക്കാണ്. ഞാനങ്ങനെ നമ്മളെ ഒരു സ്നേഹത്തിന് ഇങ്ങനെ വിളിച്ച് ആ സൈഡിലൊക്കെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയിട്ട് ഒരു സാധനം തരും. ശരി ചേട്ടാ, അധികം അടുത്ത പടം പുതിയ സിനിമയ്ക്ക് എന്തായി? 4 പടം ഇറങ്ങാനുണ്ട്. എന്റെ അമ്മേ. ഒന്ന് മറ്റേ ഇടിയൻ ചന്തുന്നുണ്ട്, മറ്റേ വിഷ്ണുവിന്റെ കൂടെ. പിന്നെ ജാഫ്രിഡിക്കും മറ്റേ ഇന്ദ്രൻസ് നായകനായിട്ട് ഒരു പോക്കൻ എന്നുള്ളത്. പിന്നെ ആസിഫ് അലിയുടെ കൂടെ സുരാജ് വഞ്ഞാറിന്റെ കൂടെ ഞാനൊരു IM-ആയിട്ടൊരു ക്യാരക്ടർ, ചെറിയൊരു ഫുട്ബോളറായിട്ട് ഒരു ക്യാരക്ടർ ഒരു പരിപാടിയില്ല. ജെയ്സൺ, നമ്മുടെ ജെയ്സന്റെ ഒരു ഗുമസ്തൻ എന്നുണ്ട് അവിടെ. അപ്പോ ഡബിങ് കഴിഞ്ഞു, അപ്പൊ അടുത്തിറക്കാണ്. തമിഴ് വിട്ടോ? തമിഴ് വിളിക്കണ്ട, അങ്ങനെ പോവാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്താ കാര്യം? ഈ IM എന്ന ഫുട്ബോൾ പ്ലെയറാണോ നടനാണോ എം സുരേഷിന്? ബദൽ എന്ന് പറഞ്ഞൊരു പടം 5-ാം തീയതി റിലീസാണ്. ബദൽ
ഇതൊക്കെ ഫുട്ബോളേഴ്സ് തന്നെ. ഞാൻ ഫുട്ബോളർ, എനിക്ക് നടനായെന്ന് അഭിനയത്തിന് എനിക്ക് അത്ര കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അല്ല ഇപ്പൊ എന്റെ കാര്യം പറയാലോ, എന്തായാലും കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ക്ലാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. ശരിക്കും ക്ലാസ് എടുക്കുന്നത് രണ്ടുപേരെ, നഴ്സേട്ടനും സുരേഷണ്ണ. ഞാൻ ആദ്യം പറഞ്ഞ ആരും യോജിക്കുന്നുണ്ടോ? ഈ കിലുക്കത്തിലെ ആ മറ്റേ ഹിന്ദിക്കാരനല്ലേ, മറ്റേ ജഗദീനെ ഇടിച്ചു വീഴ്ത്തുന്ന ഹിന്ദിക്കാരൻ, ആ ലുക്ക് എവിടെയെങ്കിലും ഈ മുഖത്തുണ്ടോ? പേര് പറയാൻ പറ്റില്ല, പേരിട്ടില്ല, പേരൊന്നുമില്ല. അതല്ല, നമ്മളിപ്പോ പുറത്തൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിനാണോ അങ്ങനത്തെ ഒരു ചൈനീസ് മൂക്കൊക്കെ അല്ല. അപ്പൊ ചോദിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് ആണോ? അല്ലല്ല, മലയാളിയാണ്. അപ്പൊ ആരും വിശ്വസിക്കില്ല. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ല. അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. പ്രതിവേട്ട, ഈ പുതിയ കുറെ ഉദ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് നെക്സ്റ്റ് പദ്ധതി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ല, തട്ടിമുട്ടി ജീവിച്ചു പോകണം അത്ര. ഈ കമന്ററിയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അക്കാഡമി പ്ലാനുകളൊക്കെ, അക്കാഡമിയൊക്കെ അതിന്റെ വഴിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇപ്പം ഓൾമോസ്റ്റ് വിനു ഉണ്ട്, സുരേഷ് അക്കാഡമി ഉണ്ട്, എല്ലാവരും തന്നെ അക്കാഡമീസ് നടത്തുന്നുണ്ട്. അത് അതിന്റെ വഴിക്കായിട്ട് പോകും. പക്ഷെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വളർത്തിക്കൊണ്ട് വരണം, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫുട്ബോൾ കൾച്ചർ ഓൾറെഡി ഉള്ളതാണ്, അതിനനുസരിച്ചുള്ള ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടോ നിനക്ക്? ഇലക്ഷൻ ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും അല്ല, എനിക്കില്ല, ന്യൂസിനുണ്ടാവും ഇല്ലേ? എനിക്കില്ല. വിജയുടെ ഞാനേ ഒരു വിഷയം എടുത്തിട്ട് വേറെ ഒന്നുമല്ല, ഇപ്പം നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഇന്ത്യൻ ടീമിൽ വരുന്ന മലയാളികളുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നുണ്ട്. പണ്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു, അത്രമാത്രം ഈ എണ്ണം ഇപ്പൊ കുറഞ്ഞു പോകുന്നതിന്റെ കാര്യം എന്താ? മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഫുട്ബോൾ പ്ലേയേഴ്സ് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തുന്നത് എണ്ണം കുറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ കളിക്കുന്ന സമയത്ത് കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഇടവിട്ട് മാച്ചുകളാണ്, ഇഷ്ടംമാതിരി ടൂർണമെന്റാണ്. അവിടെ ചില നല്ല നല്ല ടൂർണമെന്റ്, നാഗിജ് പോലത്തെ ടൂർണമെന്റൊക്കെ കാണാൻ വേണ്ടി ഇന്ത്യൻ ടീമിന്റെ കോച്ചുകളുടെ നൈമുദ്ദീനോ അല്ലെ സുക്കിയോ കളി കാണാൻ വന്നിരിക്കും. അതിൽ നിന്ന് ഏതാ നല്ല പ്ലേയേഴ്സിന്, ഇപ്പം മലയാളിയാണോ അങ്ങനെ നോക്കും, അല്ലെ ഏത് നല്ല പ്ലേയേഴ്സിന് അവിടെ നിന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഇപ്പം അങ്ങനെയല്ലോ, ISL നോക്കൽ മാത്രമേ ഉള്ളൂ സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറയുക എല്ലായിടത്തും പോയി എല്ലാ പ്ലേയേഴ്സിന്റെ കളിയൊക്കെ നോക്കി നല്ല നല്ല യങ്സ്റ്റർ പ്ലേയേഴ്സിനെ എടുത്ത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ അവിടെ തന്നെ ഇഷ്ടം. നമ്മുടെ അവിടെ ഏത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിന് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടീമിൽ നിന്നാണ് ഇന്ത്യൻ ടീമിൽ വന്നത്. പക്ഷെ അവരെ സെലക്ട് ചെയ്യാനോ അല്ല അവർക്ക് കളിച്ച് കാണിച്ചു കൊടുക്കാനോ ഒരു അവസരമില്ല. ടൂർണമെന്റ് ഭയങ്കര കുറവല്ല. ആദ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ടൂർണമെന്റാണ്. ഇതൊക്കെ സുക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പർമീന്ദ്രൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഒരു വട്ടം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു പോകും. ലാസ്റ്റ് കളിക്കുന്ന അത്രമാത്രം ടൂറാണ്. ലാസ്റ്റ് കളിക്കുന്ന അവർ ഡൽഹി പോയിട്ട് ഡൂറൻ കപ്പും DCM ഒക്കെ ആണ്. അത്രമാത്രം ടൂർണമെന്റ് ഉണ്ടാവും. പക്ഷെ കൂടുതൽ ടൂർണമെന്റ് എന്നുള്ള കൂടുതൽ പ്ലേയേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് പ്രതിയുടെ ഈ ISL-ലും ഐ ലീഗും ഈ 2 ടൂർണമെന്റുകളായിട്ട് ഒതുങ്ങി പോകുന്നുണ്ടല്ലേ ഇന്ത്യൻ ഫുട്ബോൾ? ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ സന്തോഷ് ട്രോഫിക്ക് അതുപോലെ ടൂർണമെന്റ്സ് കിട്ടുന്നില്ല. ഡ്യൂറൻ കപ്പൊക്കെ പേരിന് മാത്രമായി പോകുന്നു. ഡ്യൂറൻ കപ്പിൽ പോലും കളിക്കുന്ന ക്ലബ്ബുകൾ ഈ ISL-ലും ഐ ലീഗിലും ഡ്യൂറൻ കപ്പൊക്കെ പ്രസ്റ്റീജിയസ് ടൂർണമെന്റ് തന്നെയാണ്. കൽക്കട്ടയിലുള്ള ടീമുകളെല്ലാം അവരൊക്കെ നല്ലൊരു ഇതിൽ തന്നെയാണ്, ഫുൾ ടീമിനെയാണ് ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അക്കാഡമീസിന്റെ കാര്യം പറയാം. ഇപ്പം കൂടുതലായിട്ടും നോർത്ത് ഈസ്റ്റ് എന്നുള്ള കുട്ടികൾ ഏത് ടീം എടുത്ത് നോക്കിയാലും അവിടുന്ന് ഒത്തിരി കുട്ടികൾ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പുറത്ത് പോയിട്ട് ട്രയൽ കൊടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അവരുടെ ഡിഫറൻസ്. അവർക്ക് അവിടുന്ന് പുറത്തിറങ്ങി അവർ ഫുട്ബോളിന് വേണ്ടിയിട്ട് 100% ആയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർ 100% കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തുപോയി ഇതേപോലെ പല ടീമുകളിൽ പോയിട്ട് ട്രയൽസ് കൊടുക്കാനൊക്കെ വളരെ സാധ്യത കാണിക്കുന്നില്ല എന്നാണ്. അതാണല്ലേ, അതാണ് സുരേഷ് ഏട്ടൻ്റെ പ്രശ്നം. തന്നെയാണോ? ഇപ്പൊ നമ്മള് മുന്നൊക്കെ നമ്മളിപ്പോ ഒരു സ്കൂൾ ടീമിൽ കളിക്കുമ്പോൾ നാട്ടിലെ കുട്ടികൾ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലൊക്കെ പല സ്കൂളിലും മണിപ്പൂരിൽ നിന്നും ഇവിടുന്നൊക്കെ വന്ന് കുട്ടികൾ പഠിക്കുകയാണ്. ഒരു ടീം ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പിള്ളേരില്ല. ഇപ്പം വയനാട്ടിൽ ഒരു ടീം, ഫുൾ ടീം സ്കൂള് കളിച്ചത് മണിപ്പൂർ പ്ലേയേഴ്സാണ്. പക്ഷേ നമ്മളെല്ലാരും
പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടൊന്ന് കളിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ പിള്ളേരെ വളരാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ടത്തെ കാലം ഇൻട്രസ്റ്റ് പിള്ളേർക്ക് കൂടുതലില്ലേ ഇപ്പോ? അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ടെലിവിഷനിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ഫുട്ബോൾ കണ്ട് പിള്ളേർക്ക് താല്പര്യം കൂടുതൽ. ഇപ്പൊ കൊച്ചുങ്ങൾ ചിലപ്പോ ഈ പണ്ടത്തെ എല്ലാവരും ഇപ്പൊ മൊബൈലിൽ ഇരുന്ന് കളിക്കുക. ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാൻ. ഫുട്ബോളിൽ എന്തായാലും വെറുതെ വീട്ടിലിരുന്ന് മൊബൈൽ നോക്കിയാൽ ആവില്ലല്ലോ. ഗ്രൗണ്ടിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ രക്ഷിതാക്കള് കുറച്ചും കൂടി മുൻകൂട്ടി ചെയ്യണം. കാരണം അവർ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാനും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊക്കെ അവർ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളൊക്കെ ആ സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ അച്ഛനൊക്കെ എല്ലാ ദിവസവും കൊണ്ട് കളിപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ വന്നത്. അവരങ്ങനെയൊക്കെ. പിന്നെ പഴയ കാലത്ത് എല്ലാവരും കഷ്ടപ്പാടായിരുന്നു. ഒരു ബൂട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ബോൾ വാങ്ങാനോ കാശില്ലാത്ത സമയമാണ്. ഇന്ന് മക്കൾ പറയുമ്പോഴൊക്കെ ജേഴ്സി ബൂട്ട് എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളൊരു ബൂട്ടനെ തുന്നിയായിട്ടാണ് കളിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ബൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയാൽ മതി. അവിടെ മാറ്റി വെക്കും, പുതിയ ബൂട്ട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാലേ മറ്റുള്ള പ്ലേയേഴ്സ് ഇപ്പോഴത്തെ യങ് പ്ലേയേഴ്സ് ഒക്കെ പറയോ അവര് കളി നിർത്തി അവര് ബെൽറ്റ് വിടാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് തീരെ താല്പര്യമില്ലാത്തത്. കാരണം അവരിനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല പിള്ളേർ കളിക്കട്ടെ. ഒപ്പം പറഞ്ഞ പോലെ എല്ലാ അക്കാഡമിയിൽ നിന്ന് കളിച്ച പിള്ളേർ കളിച്ചു തരട്ടെ. അപ്പൊ ഓക്കെ, ഞാനേ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മറ്റു വാർത്തയിലേക്കൊന്ന് പോകുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും, ഞങ്ങളുടെ അനുമോദ് ഉണ്ട് അവിടെ, തൃശ്ശൂരുണ്ടായിരുന്നതാണ്. അപ്പൊ അനുമോദ് വയനാട്ടിലാണുള്ളത്. അനുമോദ്, ഇന്നലെ നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടു. രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു വലിയ റോഡ് ഷോ ഒക്കെ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് സ്മൃതി ഇറാനി എത്തുന്നുണ്ട് ബിജെപിക്ക് വേണ്ടി. അപ്പോ എന്താണ് വയനാട് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയോ? എൽദോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഷോ ആണെങ്കിൽ ഇന്ന് കാണാൻ പോകുന്നത് സ്മൃതി ഇറാനിയുടെ വലിയ ഒരു മാസ് റോഡ് ഷോ ആണ്. എന്നാണെങ്കിലും വയനാട് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ ദേശീയ തലത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം, ദേശീയ മാധ്യമങ്ങളൊന്ന് തമ്പടിക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു നാഷണൽ ലെവൽ തലത്തിലേക്കാണ് വയനാട് ഉയർന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്മൃതി ഇറാനി രാവിലെ 8:30 ഇവിടെ എത്തും. 9 മണിയോടെ അവരുടെ റോഡ് ഷോ ആരംഭിക്കും. 10 മണിയോടെ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം. അതിനുശേഷം സ്മൃതി ഇറാനി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പം ശ്രീ സന്ദീപ് ജി വാര്യർ ചേരുന്നുണ്ട്. എങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടം വരെയായി ഇപ്പോൾ? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. 8:30 വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് BJP NDA പ്രവർത്തകർ ഇവിടെ വന്നു ചേരും. 8:30 സ്മൃതി ഇറാനിജി ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. തുടർന്ന് 9 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് റോഡ് ഷോ ആയിട്ട് ആരംഭിക്കും. ഏകദേശം 11 മണിയോടുകൂടിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തിലാണ്. മുഴുവൻ പ്രവർത്തകരും ഇവിടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും അവരെല്ലാം ബസ്സുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസ് ആൾക്കൂട്ടങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രചരണത്തിന് വിഷയമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നമ്മൾ കണ്ടതാണ്. 10,000-ലേറെ പേർ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസും UDF ഒക്കെ അവകാശപ്പെടുന്നത്. ഇന്നിപ്പോൾ ആ ഒരു റോഡ് ഷോയെ മറികടക്കുന്ന തരത്തിലുള്ളൊരു ആൾക്കൂട്ടം BJPയുടെ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. നോക്കൂ, 2 തരത്തിലുള്ള ജനക്കൂട്ടമുണ്ട്. ഒന്ന് ഒരു മാനേജ്ഡ് ക്രൗഡും ഉണ്ട്, അതല്ലാതെ ജനങ്ങൾ സ്വമേധയാ ആവേശം കൊണ്ട് വരുന്ന ജനക്കൂട്ടമുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടത് ഒരു മാനേജ്ഡ് ക്രൗഡാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള അഭിനിവേശം അല്ല യുഫേറിയ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ വയനാട് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള ഒരു മാനേജ്ഡ് ക്രൗഡായിരുന്നു. പക്ഷെ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ആവേശം കൊണ്ട് ഒരുപക്ഷെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. സ്മൃതി ഇറാനിയെ പോലെ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വനിതാ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി, അവർ തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടി വയനാട്ടിൽ വന്നു ചേരുന്നു. അങ്ങനെ വലിയൊരു ആവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രവർത്തകർ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, പൊതുജനം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ക്രൗഡിനെയും വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത്. ഏകദേശം എത്ര പേര് പങ്കെടുക്കുന്നതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? ഈ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഓരോ സ്ഥലത്തും വരുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് മാത്രമല്ല, സ്വന്തം വാഹനങ്ങൾ വരുന്നവരുണ്ട്. പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്കപ്പുറം സ്വമേധയാ സ്വന്തം കാറുകളിലും ബൈക്കുകളുമായിട്ട് ധാരാളം ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതിന് കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക് കാണാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ കാണാമല്ലോ. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യമാണ് കഴിഞ്ഞ
2019 മുതൽ വയനാടിനെ ദേശീയ തലത്തിൽ വലിയ തോതിൽ തന്നെ ശ്രദ്ധേയകേന്ദ്രമാക്കിയത്. ഇന്നിപ്പോൾ ഇത്തവണ ആനിരാജ CPIയുടെ ദേശീയ നേതാവ് മത്സരിക്കുന്നു, ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. എന്താണ് കെ സുരേന്ദ്രൻ തന്നെ നേരിട്ട് മത്സരിക്കുന്നതിലൂടെ നൽകുന്ന മെസ്സേജ്? പ്രത്യേകിച്ച് 4.25 ലക്ഷത്തിലധികം ഭൂരിപക്ഷമുള്ള UDFന് വലിയൊരു മെജോറിറ്റി ഉണ്ട് എന്ന് കണ്ണടച്ച് പറയാൻ കഴിയുന്നൊരു മണ്ഡലത്തിൽ എന്താണ് അതുകൊണ്ടൊരു മെസ്സേജ്? നമുക്കിത് ജനാധിപത്യ രാജ്യമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അതിന്റെ സ്പിരിറ്റിൽ, ജനാധിപത്യത്തിന്റെ സ്പിരിറ്റിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പണ്ട് മുതലേ ഉള്ള ശീലം. എത്ര വലിയ നേതാവാണെങ്കിലും ജനങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു സ്പേസ് വേണം, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം വേണം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ ആർക്കെങ്കിലുമൊക്കെ എതിരാളികളില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകരുത്. അങ്ങനെയാണല്ലോ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആരും പോകരുത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു വ്യാജ സർവേ മനോരമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മനോരമയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ വ്യാജ സർവേ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ ഇതാ ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയെ വയനാട്ടിൽ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്ത ജനങ്ങളാണ്. വാസ്തവത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വവും മനോരമയും ചേർന്ന് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോക്കൂ, അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടാനുണ്ടായ കാരണം അമേഠിയെ അവഗണിച്ചതായിരുന്നു. 16ാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ ലോക്സഭാ അംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് 52% ഈ 17ാം ലോക്സഭയിൽ വയനാടിന്റെ ജനപ്രതിനിധി നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് കേവലം 51%. അതായത് അമേഠിയേക്കാൾ കൂടുതൽ വയനാടിനെ അവഗണിച്ചിരിക്കുകയാണ്. കേവലം 9 തവണയാണ് അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നത് 5 വർഷത്തിനുള്ളിൽ. വയനാടിന്റെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ എവിടെയും രാഹുൽ ഗാന്ധി ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്, വോട്ടർമാർക്കിടയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വികാരമായി ഇവിടെ അലയടിക്കാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്നലെ റോഡ് ഷോയിൽ കൊടികളും ഒന്നും ഉപയോഗിക്കാതെയാണ് UDFന്റെ പ്രവർത്തകർ അണിനിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം പ്ലക്കാർഡുകൾ പിടിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയ സന്ദേശം അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നുള്ളതാണ്. BJP അങ്ങനെ കരുതുന്നുണ്ട്. നോക്കൂ, അവർ പറയുന്നത് കഴിഞ്ഞ 2019 അവരുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാകളായിരുന്നു വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിലൊക്കെ ഇത് വലിയ ഈ മുസ്ലിം ലീഗ് പോലെ രാജ്യത്തിന്റെ വിഭജനത്തിന് ഉത്തരവാദിയായ ഒരു സംഘടനയുടെ സഹായത്തോടുകൂടി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊരു പ്രചരണം അവിടെ സ്വാഭാവികമായി സംഭവിച്ചിട്ടതാണ്. ആ പ്രചരണത്തിനെ മറികടക്കാനാണ് ഇത്തവണ കൊടി ഉപേക്ഷിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ BJPയുടെ പ്രചരണത്തെ ഭയന്ന്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തെങ്കിലും പറഞ്ഞാൽ ഭയന്ന് കൊടി ഉപേക്ഷിക്കുന്നവർ നാളെ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തെങ്കിലും പറയുമോ എന്ന് ഭയന്ന് വയനാടിനെ ഉപേക്ഷിക്കില്ലേ? അപ്പൊ ഇന്ന് കൊടി ഉപേക്ഷിച്ചവർ നാളെ വയനാടിനെ ഉപേക്ഷിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി അമിത്ഷായെയും പരാജയപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് സ്വന്തം കൊടി സംരക്ഷിക്കാൻ ഉള്ള കഴിവ് പോലുമില്ല, ഗട്സ് പോലുമില്ല എന്നുള്ളതാണ് ഇന്നലത്തെ റോഡ് ഷോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ മോദിയെയും അമിത്ഷായെയും ഭയന്ന് കൊടി ഉപേക്ഷിച്ചവർ മോദിയുടെയും അമിത്ഷായുടെയും സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന് മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ച വയനാട്ടിൽ കാണേണ്ടി വരും. എന്താണെങ്കിലും അവസാന മണിക്കൂറുകളാണ് ഈ റോഡ് ഷോയ്ക്കുള്ളത്. 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നു കരുതാം അല്ലേ? തീർച്ചയായിട്ടും കൃത്യസമയത്ത് തന്നെ റോഡ് ഷോ ആരംഭിക്കും. ഏകദേശം 2 മണിക്കൂർ നേരം റോഡ് ഷോ ഉണ്ടാകും. 11 മണിയോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം ചേർന്നതിന്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൊടി ഉപേക്ഷിച്ചവർ നാളെ വയനാടിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയാനാകില്ല എന്ന നിരീക്ഷണമാണ് സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ളത്. നമുക്ക് വയനാട്ടിലെ ഈ കൽപ്പറ്റയിലെ ചില കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. ഇവിടെ റോഡ് ഷോയ്ക്കുള്ള വാഹനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അത് പൂക്കളെല്ലാം കൊണ്ട് അലങ്കരിച്ച റോഡ് ഷോയ്ക്കുള്ള വാഹനം ഇവിടെ എത്തി. ഇതിലായിരിക്കും സ്മൃതി ഇറാനി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുക. മാലയെല്ലാം വെച്ച് അലങ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാവിലെ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഈ 9 മണിയോടെ റോഡ് ഷോ ആരംഭിച്ചാൽ 10:30 2 മണിക്കൂറോളം റോഡ് ഷോ ഉണ്ടാകുമെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഈ ഒരു സമയത്ത് ഏറെ തിരക്ക് ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് ശരിക്കൊരു പ്രചണ്ഡമായ റോഡ് ഷോ തന്നെയായിരുന്നു. അതിനെ മറികടക്കുന്ന തരത്തിലേക്കായിരിക്കും BJPയുടെ ഈ റോഡ് ഷോ ഉണ്ടാവുക. അതിനുള്ള അത്തരത്തിലുള്ള ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും നമുക്ക് കൽപ്പറ്റക്കാരോട്, ഇവിടെ ഒരുപാട് സാധാരണക്കാരുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. ഇതിൽ ഈ പ്രദേശവാസികൾക്ക് എന്താണ് ഈ സാഹചര്യങ്ങളിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. നമുക്കറിയാം, ദേശീയ നേതാക്കൾ വന്ന് പ്രചരണം നടത്തുമ്പോൾ അത് ഈ നാട്ടിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്.
ചേട്ടൻ ഇവിടുത്തുകാരനാണോ, വയനാട്ടുകാരനാണോ? കർണാടക. എന്താ നിങ്ങൾ കരുതുന്നത് ഇവിടെയൊക്കെ ഈ രാഹുൽ ഗാന്ധിയും ഈ സ്മൃതി ഇറാനിയൊക്കെ വന്ന് പ്രചരണം നടത്തും, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളൊന്നുമില്ല, നമുക്ക് കർണാടകയിൽ എന്താണ് അവസ്ഥ? നാട്ടിലതന്നെ നിങ്ങളതന്നെ ഇപ്പോഴല്ല നാ സ്ഥിരമായി അവിടെ തന്നെ. അവിടെ ജോലിക്ക് വരിക രാവിലെ ജോലിക്ക് വരും. നമ്മളറിയാം തവണ ആരാവും അധികാരത്തിൽ? മോദിനെ തുടരും, എന്താണ് കരുതുന്നത്? നരേന്ദ്ര മോദി എല്ലാവർക്കും ആണല്ലേ? ഇവര് ഈ മൈസൂരിൽ കർണാടകയിൽ നിന്ന് രാവിലെ ജോലിക്കായിട്ട് വയനാട്ടിലേക്ക് എത്തും. അത് ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകും. അത് അതിർത്തി പ്രദേശം കൂടി ആയതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമുള്ളത്. ചേട്ടൻ വയനാട്ടുകാരനാണോ? എന്താണ് ഇപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വലിയൊരു റോഡ് ഷോ നമ്മൾ കണ്ടു, ഇന്നിപ്പോ സ്മൃതി ഇറാനി വലിയ റോഡ് ഷോ നടത്താൻ പോകുന്നു, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധി ജയിച്ചിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ വന്നത് ഒരു 5 തവണയോ 6 തവണയോ കണ്ട് അവിടെ വന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ജനങ്ങളോട് സംസാരിക്കാനോ അല്ലെ, പുള്ളി ഒരു VVIP ആണല്ലോ, അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവായിരിക്കും. അതുകൊണ്ടാണ് MP നിലയിൽ നല്ല രീതിയിൽ ഒരു രീതിയിലും വയനാട്ടിൽ ഗുണം ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാവും. പക്ഷേ ഇതാണ് സാധാരണക്കാർക്ക് പല അഭിപ്രായങ്ങളാണ്. ചേട്ടൻ എന്താണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധി MP നിലയിൽ എങ്ങനെ കാണുന്നു? രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമല്ലേ, ഇപ്പോഴും ഇവിടെ മത്സരിക്കാൻ പാടില്ല അയാളെ. സഖ്യം നിർത്തിയിട്ടില്ലല്ലോ, ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിനെ ഇവിടെ നിർത്തിയിട്ടില്ല. പിന്നെ അയാൾക്ക് അമേഠിയിലൊക്കെ മത്സരിക്കാലോ, അതൊന്നുമില്ലല്ലോ. പിന്നെ അതൊന്നും നോക്കി കാര്യമില്ല. എന്തോ എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഇവിടെ ഭൂരിപക്ഷം ജയിക്കാൻ എന്തായാലും രാഹുൽ ഗാന്ധി ജയിക്കുന്നു. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവും. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവും. ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ വ്യത്യാസം വരും. വലിയ വ്യത്യാസമാണ്. 2 ലക്ഷത്തിന് വ്യത്യാസം വരും. അത് സുരേന്ദ്രൻ കൊണ്ടുപോയിട്ടില്ല. മാറിയ നോട്ട് സുരേന്ദ്രൻ ഉണ്ടാവും. തീർച്ചയായും എൽദോ, ഇതാണ് വയനാട്ടിൽ നിന്നുള്ള നമുക്ക് പ്രഭാതത്തിൽ പങ്കുവയ്ക്കാനുള്ള കാഴ്ചകളും വാക്കുകളുമൊക്കെ. ആളുകൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്, നിരീക്ഷണങ്ങളുണ്ട്, വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ നമ്മൾ ഈ കൽപ്പറ്റയിൽ നിന്നും കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്ന് കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത സ്മൃതി ഇറാനിയുടെ വയനാട് സന്ദർശനമാണ്. അത് അവരുടെ റോഡ് ഷോ ആണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാം പറയുമെന്നുള്ള കാര്യങ്ങളാണ്. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ നമുക്ക് വീണ്ടും കൽപ്പറ്റയിലേക്ക് എത്താം. എൽദോ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വയനാട്ടിലെ രാഷ്ട്രീയ ചൂട്, തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിശദാംശങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത് വയനാട്ടിൽ നിന്ന് അനുമോദ്. ഞാൻ തുടരുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ അതിഥികൾ ഞാൻ ഒരിക്കൽ കൂടി ഇത് നെൽസൺ, IM വിജയൻ, M സുരേഷ്, വിനു ജോസ്, NP പ്രദീപ്. ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും മറക്കാൻ പറ്റുന്ന മുഖങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ററാക്ഷൻ ഒന്നും വേണ്ട. അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന്റെ വാർത്തയിലേക്ക് ഇടയ്ക്ക് കയറിയത് വന്ന് മാത്രം ഫുട്ബോളാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ ദിവസത്തില്. അപ്പൊ വിജയുടെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരണേ. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇഞ്ചുറി ഒരു കൺസേൺ ആണ്, പക്ഷേ ഇഞ്ചുറി വരുമ്പോൾ പ്ലെയേഴ്സിനെ മാറ്റി പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം, ഒരു പ്ലാൻ ബി ഇല്ലാണ്ട് പോകുന്നില്ലേ കോച്ചിന്? അതല്ല, ഏറ്റവും എല്ലാ ടീമിന്റെയും ഏറ്റവും ഫസ്റ്റ് ലെവലിനല്ല, ബെസ്റ്റ് ബെഞ്ചാണ് വേണ്ടത്. നമ്മള് ഒരാളെ എപ്പോ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തന്നെ അങ്ങനെ ഇറക്കാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ തന്നെ ആ ടീം ഭയങ്കര ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കും. സുരേഷ് പറഞ്ഞ പോലെ തന്നെ ബെഞ്ച് കുറവാണ് നമ്മുടെ. കാരണം ഒരു ആളിനെ വലിച്ചിട്ട് അങ്ങനെ ഇറക്കുന്ന ആളത്രയും അതിൽ പകുതിന്റെ മുക്കാഭാഗം കളിക്കണ്ടേ, അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ. പക്ഷെ ശരിയാവുന്നതുകൊണ്ട് ഇനിയിപ്പോ ഫസ്റ്റ് 6-ലേക്കുള്ളൊരു തയ്യാറെടുപ്പാണ്. കാരണം ഓൾറെഡി ക്വാളിഫൈ ചെയ്തല്ലേ. എന്തായാലും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ഈ ബ്ലാസ്റ്റേഴ്സൊന്നും ഐ ലീഗിൽ ഇല്ലെങ്കിൽ ISL നടക്കില്ല. കാരണം നമുക്കറിയാം അത്രയധികം സപ്പോർട്ടുണ്ട്. അവർക്കൊരു കപ്പ് വേണമെന്ന് വലിയൊരു അത്രയധികം ആരാധനയുള്ള ഒരു ക്ലബ്ബാണ്. തീർച്ചയായിട്ടും ഈ കൊല്ലൊന്നും വാങ്ങി പിടിച്ചാൽ കിട്ടാന്നുള്ളൂ. കാരണം കുറേ കൊല്ലമായി നമ്മുടെ കയ്യിൽ നിന്ന് വഴിക്ക് പോകും. ബ്രാൻഡുകളും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ. ലോകത്തിലെല്ലാ മലയാളികളും ഒരു ആഗ്രഹമാണ് ISL കാണികൾ കളിയാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ഇന്ത്യയിലില്ല. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ കുറവാണ്. അപ്പൊ നമ്മള് അതിനനുസരിച്ചിട്ട് കാണികൾക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെങ്കിൽ ആഗ്രഹം ISL ട്രോഫി ബ്ലാസ്റ്റേഴ്സ് അടിക്കണം തന്നെയാണ്. അതിന് നേരത്തെ പറഞ്ഞ ബെഞ്ച് സ്ട്രെങ്ത് എന്തായാലും വേണം. ഒരു ടീമിന് ഉണ്ടാക്കുമ്പോൾ ഒരു ലൂണ നല്ലൊരു പ്ലെയറാണ്. അവനെ കൊണ്ടാണ് ആ ടീം
ഈ ഗോൾ കീപ്പറുടെ കാര്യത്തിലോ സച്ചിൻ സുരേഷ് പോയത് വലിയൊരു പ്രശ്നമില്ല. ബേസിക്കലി ഇപ്പൊ കരൺജിത്ത് നമുക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് ഗോൾ കീപ്പറാണ്, പക്ഷേ സീനിയർ പ്ലെയറാണ്. പക്ഷെ എന്താ പറയാ, ഇന്നലത്തെ ആ ഗോളൊക്കെ എന്തോ ഇന്നലെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മള് വിജയേട്ടൻ ഗാലറിന്ന് പറയുന്നുണ്ട് അവന്റെ കയ്യിൽ ഒരു ബോൾ നിൽക്കുന്നില്ല, എല്ലാം റീബൗണ്ട് പോയിക്കൊണ്ടുണ്ട്. അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ നേരത്തെ ചിലപ്പോൾ ഒരു റീബൗണ്ട് ബോൾ വന്ന് അടിച്ച് ഗോളാക്കിയാണ്. കാരണം സച്ചിൻ സുരേഷ് പോയതൊരു ഇഞ്ചുറി പറ്റിയത് ഭയങ്കര നഷ്ടം തന്നെയാണ്. ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിനൊക്കെ കളിക്കേണ്ടതാണ് സച്ചിൻ. ഇഞ്ചുറി വന്നത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവര് തുടരുന്നുണ്ട്. ഞാൻ ഈ സ്ഥലം കൂടി ഒന്ന് പറഞ്ഞു വെക്കുവാണ്. ഇത് നമ്മൾ ലുലുവിൽ ആദ്യം പറഞ്ഞല്ലോ, ഇത് ലുലുവിലെ റംദാൻ കരീം, അതായത് റംദാൻ നോമ്പുതുറ വിഭവങ്ങളുടെ ഒരു വലിയ കൗണ്ടർ ആട്ടോ. അത് പലതരത്തിലുള്ള ചപ്പാത്തി കൗണ്ടർ, ഫ്രൈ സ്റ്റേഷൻ, മെയിൻ ഫുഡ് കൗണ്ടർ, ഷവർമ, ഉടുപ്പി ദോശ, ജ്യൂസ് കൗണ്ടർ, അങ്ങനെ ഒരു വലിയ വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എന്തായാലും ലുലുവിലേക്ക് വരുന്നവർക്ക് വൈകിട്ട് നോമ്പുതുറ സമയത്ത് ഈ റമദാൻ വിഭവങ്ങൾ പൂർണ്ണമായിട്ടും ഇവിടെ വന്ന് ആസ്വദിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്ന് റംദാൻ വിഭവങ്ങൾ പ്രത്യേക തരത്തിലുള്ള ഇപ്പൊ റൂഹബ്സയ്ക്ക് 80 രൂപയ്ക്കാണ് മൊജിറ്റോ ചാർജ് ചെയ്യുന്നത്. ഞാൻ ബോർഡ് കണ്ടതാണ്, വൈകിട്ട് നോക്കണം. അപ്പൊ ഈ നോമ്പുതുറ ഒക്കെ എല്ലാവരും പോകുന്നുണ്ട്. പ്രതിഭട നിങ്ങളുടെ കണ്ണൂരൊക്കെ ഒരുപാട് നോമ്പുതുറ വിഭവങ്ങളുടെ ഒക്കെ ഫേമസ് സ്നാക്സുകളൊക്കെ അല്ലല്ലേ? ഈ ഭക്ഷണപ്രിയനെ തോന്നി പിച്ചിന്റെ വണ്ണൊക്കെ വെച്ച് ആളിന്ന് കുഴപ്പമില്ല. അല്ല, ആസ്വദിക്കും ഫുഡ് വന്നിട്ട്. ഫുഡ് കഴിക്കലുണ്ട്. ഫുഡ് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ കഴിക്കാറുണ്ട്. പിന്നെ നമുക്കറിയാം തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് മികച്ച പലതരത്തിലുള്ള പല വിഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ സിറ്റി ഏരിയ, കണ്ണൂർ സിറ്റിയിലെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് പല ഇടത്തു നിന്നും, അതായത് ഈ കണ്ണൂരിന്റെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് കഴിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് സിറ്റി ഏരിയ സീസൺ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഫുട്ബോളിലേക്ക് വരാം. ഫുഡിന്റെ എന്താ പറഞ്ഞാണോ? ശരീരം കണ്ടിട്ട് പറഞ്ഞാണ്. എല്ലാ സ്ഥലത്തും നോമ്പുറ സമയമാകുമ്പോ ഒട്ടെന്ന് വണ്ടിയെടുത്ത് ഇറങ്ങും. എന്തായാലും ഇവിടെ നല്ല ഫുഡ് കിട്ടും. നോമ്പൂർക്കാവുമ്പോൾ നല്ല രസമാണ്. കാരണം നല്ല ഫുഡ്, അവരുടെ ഇത്. കാരണം ഞാനിപ്പോ ഞങ്ങളുടെ ഒരു പറഞ്ഞ 2 ദിവസം മുന്നേ എന്റെ ഫ്രണ്ട് ഉണ്ട് താഹിർ. അപ്പൊ അവര് വീട്ടിലേക്ക് തൃശ്ശൂർ തന്നെ വിടും. അപ്പൊ അവരുടെ വീട്ടിൽ നോമ്പൂർക്കാൻ പോയില്ലായിരുന്നു. അപ്പൊ അവര് ഉണ്ടാക്കി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തിന്നാൻ തോന്നും. അമ്മമാര് ഫുഡുകളാണ് ഉണ്ടാക്കിയത്. അതാണ് പ്രദീപിന് പറ്റി. അവൻ കണ്ണൂരുള്ള സമയത്ത് എല്ലാ വീട്ടില് അവൻ ഗസ്റ്റായിട്ടല്ല, അവൻ ഒരു സെലിബ്രിറ്റി അല്ലേ. അപ്പൊ അവര് എല്ലാവരും അവന്റെ ഫ്രണ്ട്സാണ്, ഒക്കെ മുസ്ലിംസ് ഒക്കെ അവന്റെ ഫ്രണ്ട്സ്. അപ്പൊ പ്രതി ഒരു ദിവസം ചെറിയൊരു വണ്ണം കൂടിയിട്ടുള്ളൂ. അത്ര അത് കളിക്കുന്ന സമയത്ത് ഗംഭീരായിരുന്നില്ലേ? അപ്പൊ ഇപ്പൊ വണ്ണമൊക്കെ ആവാം, അത്ര അധ്വാനിച്ചിട്ട് തന്നെയാണ് അല്ലേ? ഒരു പ്രശ്നമില്ല, വണ്ണം നമുക്ക് വണ്ണമല്ലേ? ആവശ്യത്തിന് കളിച്ചിട്ടുണ്ട്. പിന്നല്ല നെൽസൺ അവിടെ എന്തോ കമന്റ് പറഞ്ഞു. നെൽസൺ അല്ല, എല്ലാരും നോമ്പിന് തടി കുറയല്ലോ ചെയ്യാം, അവൻ മാത്രം തടി കൂടണുള്ളൂ. അത് മനസ്സ് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം വെക്കാത്ത നിങ്ങളുടെ മനസ്സ് നല്ല അറിയാത്തുണ്ട്. ബോഡി ഷേമിംഗ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അവന്റെ മനസ്സിന്റെയാണ്. ശരി, വളരെ പെട്ടെന്ന് ഉച്ചക്കരാഴ്ച നമുക്ക് അതിന്റെ പിന്നെ സമയം. അതുകൊണ്ട് അറിയുന്നില്ല, ഈ ഒരു ഒളിമ്പിക് സ്വപ്നം അല്ലെങ്കിൽ ലോകകപ്പ് ഇതൊക്കെ ഇന്ത്യ എന്ന് യാഥാർത്ഥ്യമാക്കും? ഒരു പ്രവചനം നടത്താൻ പറ്റുമോ? അതായത് ജയിക്കണം എന്നല്ല, എന്ന് ഇന്ത്യ ലോകകപ്പിന്റെ ഒരു ഫൈനൽ റൗണ്ട് കളിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പിന്നെ എന്നത്തേക്ക്? അത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി സമയങ്ങളുണ്ടല്ലോ. അല്ല, നമുക്ക് പഠിക്കും. ഇപ്പോ ഈ ഇവിടെ അമേരിക്കയിൽ നടക്കണ ഇതിലുണ്ടല്ലോ, അതില് 8 ടീമല്ലടാ, 4 ടീമിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 8 ടീം ഏഷ്യന്ന് 8 ടീമാണ്. 4 ടീമാണ് ഏഷ്യന്ന് ക്വാളിഫൈ ഉണ്ടായിരുന്നത് വേൾഡ് കപ്പ് കളിക്കാൻ. 8 ടീമാണ് അമേരിക്കൻ വേൾഡ് കപ്പ് തുടങ്ങുന്നത്. അതായത് അമേരിക്കൻ വേൾഡ് കപ്പ് അല്ലെങ്കിലും അതിന്റെ പിന്നത്തെ വേൾഡ് കപ്പ് ആയാലും നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. അല്ല, പെട്ടെന്ന് കളിക്കണമെങ്കിൽ നമ്മള് വേൾഡ് കപ്പ് നടത്തണം, എന്നാൽ പെട്ടെന്ന് കളിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ ചെയ്യണം, നമ്മൾ ഏഷ്യയിൽ തന്നെ ഒരു നമ്പർ 4 നമ്പർ 6 വരാൻ ആദ്യം ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് വേൾഡ് കപ്പിന്റെ സ്വപ്നങ്ങൾ കാണാൻ പറ്റുള്ളൂ. നമ്മള് ഏഷ്യയിൽ ഒരു സ്ഥാനത്ത് എത്താണ്ട് നമ്മൾ ഇവിടുന്ന് വേൾഡ് കപ്പ് കളിക്കണമെന്നൊന്നും നടക്കില്ലല്ലോ. അതിന് ക്വാളിഫൈ മത്സരം ഏഷ്യയിലാണ് നടക്കുന്നത്. അപ്പൊ അതിൽ നമ്മളൊരു നല്ലൊരു ടീമായിട്ട് മാറണം. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളും ആ ക്വാളിഫൈ നമ്മളും ആ ക്വാളിഫൈ റൗണ്ടൊക്കെ കളിച്ച വ്യക്തികളാണ്. പക്ഷെ നമുക്ക് പല പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട് ഇതിന്. അതൊക്കെ പാതി വഴിയിൽ മുടങ്ങി പോകുന്നു, അത് ക്യാൻസലാവുന്നു, അടുത്ത പ്രോജക്റ്റ് വരുന്നു. അപ്പൊ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു വേ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് വന്ന് കഴിയുമ്പോഴേക്കും അത്, പക്ഷെ എന്തായാലും സമയമെടുക്കും, ലോങ് ടേം പ്രോസസ്സാണ്.
എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യം നമ്മള് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് 10 എത്തണം. എന്ന് വെച്ചാൽ ഏഷ്യ കപ്പ് എല്ലാ വർഷവും നടക്കും. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന സമയത്ത് ആ വർഷങ്ങളിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഏഷ്യയിൽ തന്നെ വൻ ശക്തിയാകാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് ഫൈറ്റ് ചെയ്ത് ആ 8 സ്ഥാനങ്ങളിൽ ഒന്നാകെ ശ്രമിക്കേണ്ടത്. അല്ല ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേൾഡ് കപ്പ് എന്നുള്ള സ്വപ്നത്തിലേക്ക് പോകുന്നത് അത് ഏഷ്യയിൽ നേടാൻ കഴിയട്ടെ അല്ലേ? അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷം. NP പ്രദീപ്, ബിനു ജോസ്, M സുരേഷ്, IM വിജയൻ, നെൽസൺ, എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒരുപാട് നേരുന്നു. റംസാൻ ആശംസകൾ നേരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ചൂടിലേക്കൊക്കെ കടക്കട്ടെ. നല്ല കട്ട ചൂടല്ലേ? അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് മോർണിംഗ് വൈബ്സ് പൂർത്തിയൊക്കെയാണ്. നാളെ മോർണിംഗ് വൈബ്സ് തൃശ്ശൂരിൽ നിന്നാണ് ചേരുക. തൃശ്ശൂരിൽ നമുക്ക് തത്സമയം ചേരാം. എന്നാലും ഈ ഫുട്ബോൾ താരങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.